അശോകെ, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ചു പറ. നീ വിത്തൗട്ട് എനി ഡിലേ നിന്റെ ഫീലിങ്സ് സീതയോട് നീ പറയണം. നീ അത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നീ പറയണം റാം. ഏയ് പൊട്ട, ഷീസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. നാടകം എത്ര കാലം വരെ? എടാ, ഇത് നാടകമല്ല, സത്യമാണ്. സീത ഈസ് ജസ്റ്റ് മൈ ഗുഡ് ഫ്രണ്ട്. ഓക്കെ, അവരെന്റെ ലൈഫിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാ നീ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരെങ്ങോട്ട് പോകാനാ പിന്നെ? നീ ഇങ്ങനെ നിന്നാ അവർ ഉറപ്പായി നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവും. നീ നിന്റെ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടെന്ന് വായി കൊണ്ടിങ്ങനെ പറഞ്ഞാ പോരാ. ഇനി ഇത് കാണിക്ക്. നിന്റെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താന്ന് സീതയോട് പറ. എവിടെ വെച്ച് പറയും? എങ്ങനെ പറയും? അതൊക്കെ നിനക്ക് വിട്ടു നിൽക്കുന്നു. നീ ഒന്ന് നന്നായിട്ട് ജീവിച്ച് കാണാൻ എനിക്ക് വേറെ വഴിയില്ല. സാറേ, നീ എന്നെ ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതെങ്കിലും ഒന്ന് പറ. എങ്ങോട്ടുമില്ല. ഈ വഴി എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോകും. നിനക്കിത് എന്താണ് പറ്റിയത് അശോക? എടാ, എനിക്ക് എന്റെ ഫ്രണ്ടാ വലുത്. നിന്നെ ഒറ്റയ്ക്ക് വിട്ടാ ഇവിടെ ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ച് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. എനിക്ക് നീയും നിന്റെ സന്തോഷമാണ് വലുത്, മനസ്സിലായോ? നീ ഒരാവശ്യമില്ലാതെ വെറുതെ പേടിക്കുന്നത് മനസ്സിലായി. എടാ, ആരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഞാനാണേ സത്യം. ഞാൻ പറയുന്നത് സത്യം. പോരെ? ഗോവിന്ദ ഗോപാല ഗോപികാ വല്ലഭ ഗോവർദ്ധനോദ്ധാരക ഗോവിന്ദ. നീ പറഞ്ഞ കടയിലേക്കെങ്ങാനും പോയിരുന്നെങ്കിൽ ഫിറ്റാകാത്ത ഗ്യാസ്കറ്റ് നിന്ന് വിട്ടേനെ. ശരി, എന്നിട്ടിപ്പോ കിട്ടിയോ ഇല്ലയോ? ഈ മൂർത്തി പോയി കഴിഞ്ഞാ കിട്ടാതിരിക്കുവോ? ശരി, അവളെവിടെ? ആര്? കളിക്കാൻ പോയതാണോ? ആരാന്ന്? അയ്യോ, സിഹിമോളെ നിങ്ങളുടെ കൂടെ വന്നിരുന്നില്ലേ? എന്നിട്ട് എവിടെ? അവൾ ഈ നേരത്തെ എവിടെ ഉണ്ടാകാനാ? സ്കൂളിലേക്ക് പോയി കാണും. ഏയ്, അവള് നിങ്ങളുടെ കൂടെയല്ലേ വന്നത്? വെയില വേണ്ട, കൊണ്ടുപോണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ കൊണ്ടുപോയത്? എന്നിട്ട് മോൾ എവിടെ പോയി? സിഹിമോള് അവൾ എന്റെ കൂടെ വന്നിരുന്നോ? അയ്യോ ഭഗവാനെ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവള് സ്കൂളിൽ. അയ്യോ, ഞാൻ കൊണ്ടുവരുന്നല്ലേ? അയ്യോ, അയ്യോ ഭഗവാനെ, ഇങ്ങനെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഈശ്വര, സിഹിയെ കാത്തോളണേ ഭഗവാനെ, സിഹിയെ തിരിച്ചു തരണേ ഭഗവാനെ. ഈശ്വര, ഇയാളുടെ മറവി കാരണം എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്തൊക്കെയാ സഹിക്കണം എന്റെ ഈശ്വര. എന്റെ സിഹിമോള് സീത ചോദിച്ചതിന് ഞാൻ എന്തു പറയും? സന്ധ്യയാവുമ്പോഴേക്കും അവൾ ഞങ്ങൾക്ക് തിരിച്ചു തരണേ ഭഗവാനെ. അവൾക്കൊരാപത്തും വരുത്താതെ നോക്കണേ എന്റെ കൃഷ്ണ ഭഗവാനെ. എന്റെ ഗുരുവായൂരപ്പ, ഇവിടെ ചെന്ന് അന്വേഷിക്കും എന്റെ ഗുരുവായൂരപ്പ. പഴയതെല്ലാം ഉപേക്ഷിച്ചേക്കൂ. അതിനി ഒരിക്കലും പുതിയതാവില്ല. പഴയതെല്ലാം അവിടെ ഇരുന്നോട്ടെ, അതിനി പുതുക്കാനും ആവില്ല. ഓരോ ആളുകൾ വരും പോകും, കൂടെ ആരും ബാക്കിയാവില്ല. എന്തു പറ്റി ബ്രദർ? ഇന്ന് സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? തൊട്ടുനക്കാൻ കവിതയാണോ തന്നത്? ബ്രദർ, നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് അവസാനമായിട്ട് ഞാൻ കണ്ടത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ബ്രദർ. അച്ഛനെ പറ്റിക്കാൻ വേണ്ടി കയ്യിൽ ബുക്കുമായിട്ട് ഇങ്ങനെ പിടിച്ചുണങ്ങിയിരിക്കും. അല്ല, ഇതാരെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ഈ ബുക്ക് വായന? അത് ചെറിയ പ്രായത്തിൽ വലിയ ആൾക്കാരെ പറ്റിക്കാനാ നമ്മൾ പുസ്തകം കൈപ്പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വലുതായി കഴിഞ്ഞാ വേറെ ആളുകൾ അഭിനയിച്ച് നമ്മളെ പറ്റിക്കാതിരിക്കാനാ പുസ്തകം കൈപ്പിടിച്ചോണ്ടിരിക്കുന്നത്. അത് കറക്റ്റ്. എന്താ പറഞ്ഞതൊന്നും മനസ്സിലായില്ലല്ലോ. ഈ DRS സ്കൂൾ വന്നു കഴിയുമ്പോ അമ്പേ സ്കൂൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതുപോലെ ഉണ്ട് ഇപ്പൊ. അങ്ങനെ തല പോയിക്കാനുള്ള ഒന്നുമില്ല. മനഃശാന്തിക്ക് ഒരു കവിത വിളിത്തരപ്പോ കേട്ടോ. അയ്യോ, വരണ്ടായിരുന്നു. ആ ചിത്രങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടി അയാൾ ആ കണ്ണട ഊരി മാറ്റി. പക്ഷേ സ്വന്തം മോളുടെ സുന്ദരമായ ആ ചിത്രത്തെ
അയാൾക്കിനി എങ്ങനെയാ കാണാൻ സാധിക്കുക? ഇവനെന്തായി പറ്റിയേ? അനിയ, ഞാൻ കുനിയാണ് അനിയ. ഈ കവിതാ സമാഹാരമൊന്നും എനിക്ക് മനസ്സിലാവില്ല. അലർജിയാ. വെറുതെ എന്റെ ടീച്ചറാകുന്നതിന് പകരം ഈ ഇരിക്കുന്ന ടീച്ചറെ അകത്താക്കുന്നതാണ് നല്ലത്. അല്ല, ഇതെന്താ ഇത്? ഇതെന്താണെന്ന് വെച്ചാ രാജാ, ഈ നേരത്തോ? നീ എപ്പോഴാണ് കൂട്ടാ മുഹൂർത്തമൊക്കെ നോക്കാൻ തുടങ്ങിയത്? ആ, അച്ഛൻ നിനക്ക് കല്യാണം നോക്കിയില്ലേ അപ്പം മുതല്? അത് വിട്. അച്ഛൻ എന്റെ തല ഉയർത്തി പിടിക്കുന്നേക്കാൾ കൂടുതൽ മുറുക്കി പിടിക്കാനാ കൂടുതലും ശ്രമിച്ചത്. അതുകൊണ്ട് അടിക്കാണ് ബ്രദർ. നീ പറഞ്ഞടിക്കേ. അല്ല, അടിക്കും മോനെ. ഞാനിത് ആരോടാ ഈ പറയുന്നേ? അങ്ങനെ ഞാൻ തന്നെ ഒഴിച്ചു തരേണ്ട കാലം വന്നു. ആടി ബ്രദർ. Cheers. മോളെ, 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 മോളെ. മോനെ ബ്രദർ, നീ ഒരു ഭാഗ്യവാനാടാ. നട്ടുച്ചയ്ക്ക് വീട്ടുകാരുടെ മുന്നിലിരുന്ന് കുടിച്ചാലും ആരും ഒന്നും പറയില്ലല്ലോ. പക്ഷെ ഞാനോ, ഒരു സ്വല്പം വാസന വന്നാ മതി കളകളകളകളാന്ന് പറഞ്ഞോണ്ടിരിക്കും വീട്ടിലുള്ളവർ. സത്യസന്ധന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വിശ്വ മാനമില്ലാത്ത മനുഷ്യനല്ല. ഞാനും നിന്നെ പോലെ ആയിപ്പോ. ചേട്ടാ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ വേണേലും പോയി കുടിക്കാലോ. അതൊക്കെ വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് വന്ന് അനിയന്റെ കൂടെ ചേഴ്സ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നോക്ക് മോനെ, നമ്മൾ എവിടെ പോയാലും ഈ ടിപ്സ് കൊടുക്കാറില്ലേ? അത് കൊടുക്കുന്നവര് മാത്രം നമുക്ക് വിലയുള്ളൂ. പക്ഷേ അനിയന്റെ അടുത്ത് അങ്ങനെയല്ലല്ലോ. ചേട്ടാ, നീ കുടിക്കാൻ കാരണം ഞാനാണെന്ന് ചിലപ്പോ പറഞ്ഞുണ്ടാകും. അയ്യോ, അതൊക്കെ വീട് ബ്രദർ. ഈ കൂട്ടെന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയല്ലേ? ഇതൊക്കെ തന്നെയല്ലേ അവരോട് കാണിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും സൂപ്പർ മാച്ചാ. അല്ല, ബോസ് അല്ല, എംപ്ലോയി അല്ല. ഇതെന്താ കേൾക്കാത്തൊരു കവിത? അതിന് ഓഫ് വീട് ബ്രദർ. എടുത്തുകൂടിയതാ. ചേട്ടാ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ? അറിഞ്ഞാന്താ, വഴക്ക് പറയും, ദേഷ്യം പിടിക്കും. പിടിച്ചോട്ടെ, നമ്മൾ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല. എടാ അനിയ, അവരുണ്ടായിട്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. മോളെ, 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 മോളെ.
അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നൊക്കെ വിട്. അല്ല, അച്ഛൻ അന്നൊന്നും മൂളിയിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചേനേടാ. രഞ്ജി പ്ലെയറാ ഞാൻ. പക്ഷേ ജീവിതം ശൂന്യമായി പോയി അനിയ. അല്ല, എല്ലാവരുടെ അച്ഛന്മാർ ഇങ്ങനെയാണോ അതോ നമ്മുടെ അച്ഛൻ വല്ല സ്പെഷ്യലും ആണോ? ചേട്ടാ, അച്ഛന്മാർക്ക് അവരുടെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല. അവരുടെ മക്കളുടെ സ്വപ്നങ്ങൾ അവരുടെ നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് പഴയ ശവങ്ങളെടുത്ത് തോളിലേറ്റെന്ന് പറയുന്നത് പോലെ ശവോ? ഏത് ശവം? ഓ ശവം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് പിന്നെ അപൂർവമായിട്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കാറുള്ളൂ. നീ ആദ്യം ഇതൊന്നും ആലോചിക്കണ്ട, പോട്ടെ. ഞാൻ നിനക്ക് വേറൊരു കവിത ചൊല്ലി തരട്ടെ. അയ്യോ അനിയ, അതിലെന്നല്ല ഞാൻ തൂങ്ങിച്ചാകുന്നതാ. അതുകൊണ്ട് വേണ്ട. ഇല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. കവിതയെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. പക്ഷെ കവിത പാടരുത് അനിയ. മോളെ, റോഡ് ക്രോസ് ചെയ്യണോ? ഞാൻ ക്രോസ് ചെയ്യിപ്പിക്കാം, വാ. മോൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. എന്നാ വെള്ളം കുടിച്ചോ. എന്താ മോളെ, വെള്ളം വേണ്ടേ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അറിയാത്തവർ എന്ത് തന്നാലും വാങ്ങരുതെന്ന്. താങ്ക്സ് അങ്കിൾ. മോളെ,
എന്തിനാ മോളെ കരയുന്നത്? ആരെങ്കിലും വെയിറ്റ് ചെയ്യുവാണോ? എന്റെ മുത്തശ്ശനെ കാണുന്നില്ല. മുത്തശ്ശനെ കാണുന്നില്ലേ? ഞങ്ങള് കുക്കർ ഷോപ്പിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് എന്റെ മുത്തശ്ശൻ എങ്ങോട്ടോ പോയി. അയ്യോ ആണോ? എന്നാ വാ നമുക്ക് അദ്ദേഹത്തെ തിരയാം. നിങ്ങക്ക് എന്റെ മുത്തശ്ശനെ അറിയോ? വെള്ളത്താടിയുള്ള ഒരാളല്ലേ? അതെ അത് തന്നെ. എവിടെയുള്ളേ? അദ്ദേഹം ആ സൈഡിൽ തിരയുന്നുണ്ട്. വാ നമുക്ക് പോയി നോക്കാം. വേണ്ട അങ്കിൾ, ഞാൻ തന്നെ നോക്കിക്കോളാം. നീ നടന്നു പോയാ ഒരുപാട് സമയം എടുക്കില്ലേ? വാ ഞാൻ കാറി കൊണ്ടാക്കി തരാം. വേണ്ട അങ്കിൾ, ഞാൻ നോക്കിക്കോളാം. എന്താ ഇവര് രണ്ടുപേരും ഇത്ര നേരമായിട്ടും വരാത്തെ? ഇങ്ങേരെ വിശ്വസിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. വീട്ടിലേക്കുള്ള വഴി എങ്ങനെ മറന്നു കാണോ ഇനി? അയ്യോ ഭഗവാനെ, കുട്ടിയെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഈശ്വര. ഇനിയിപ്പോ എന്താ ചെയ്യാ? മുത്തശ്ശാ, 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 മുത്തശ്ശാ. മോളെ നിന്നോട് അപ്ലൈ പറഞ്ഞില്ലേ നടന്നു പോയാ ലേറ്റ് ആവുമെന്ന്? അങ്കിൾ വിട്, ഞാൻ പോയി നോക്കിക്കോളാം. നിന്റെ തലയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നീ അതങ്ങ് എടുത്തു കളാ. ബോസ് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അതിന് നിന്നാ പിന്നെ നീ പോയി അനുഭവിക്കേണ്ടി വരില്ലേ? ഞാൻ എന്തായാലും സിംഗിൾ അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. പക്ഷെ നീയോ പാവ സിഹിയം കൊണ്ട് ആ ബെളഗാവിലൊക്കെ പോയി നീ എങ്ങനെ ജീവിക്കാനാ? എങ്ങനെ ജീവിക്കുമെന്ന് പറയാതെ അത്ര എളുപ്പമൊന്നുമല്ല സീത. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഹലോ അമ്മേ പറ. നോക്ക് സീത, നിന്റെ അച്ഛൻ ഗ്യാസ്കറ്റ് മാറ്റാൻ വേണ്ടി പുറത്തു പോയിരുന്നു. കൂടെ സിഹിമോളെയും കൊണ്ടുപോയായിരുന്നു. എനിക്കെന്തോ ഭയങ്കര പേടി തോന്നുന്നു. ഇതുവരെ എത്തിയിട്ടില്ല മോളെ. ഒന്ന് മോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമോ? അമ്മേ ഞാനിപ്പോ വരാം. ശരി. എന്തു പറ്റി? എന്റെ ദൈവമേ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? പാവം സീത ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോഴേ എന്റെയും കൂടെ. സീത എന്തു പറ്റിയടി? എനിക്ക് ടൈമില്ലടി, എനിക്ക് പോണം. ഓ എന്റെ ദൈവമേ. ഇനി ബോസ് എന്ത് കരുതിയാലും കുഴപ്പമില്ല. ട്രാൻസ്ഫർ ഞാൻ ഏറ്റെടുത്തോളാം. ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യട്ടെ.